ഹജ്ജ് കഴിഞ്ഞെത്തുന്ന ഹാജിമാരും സൌദിയിൽ നിന്ന് മടങ്ങുന്ന വിശ്വാസികളും കൊണ്ടുവരുന്ന സംസം എന്ന പുണ്യതീർത്ഥം ദുരുപയോഗം ചെയ്യപ്പെടുകയാണെന്ന് ഞങ്ങളുടെ മലപ്പുറം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. പവിത്രത കണക്കിലെടുത്ത് സൌദി ഗവൺമെന്റ് കോടികൾ മുടക്കി സൌജന്യമായി നൽകുന്ന സംസം എയർപോർട്ടുകളിൽ ഉപേക്ഷിക്കപ്പെടുന്നത് പതിവാകുകയാണ്. ഇസ്ലാമത വിശ്വാസികൾ ഏറെ പുണ്യം കൽപ്പിക്കുന്ന സംസം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിശ്വാസികൾക്ക് കൊണ്ടുപോകുന്നതിനായി ലക്ഷക്കണക്കിന് റിയാലാണ് സൌദി ഗവൺമെന്റ് ചെലവഴിക്കുന്നത്. ഇക്കാരണം കൊണ്ടുതന്നെ മക്കയിൽ ഹജ്ജിന് ശേഷവും സൌദിയിൽ ജോലി കഴിഞ്ഞും മടങ്ങുന്നവർ ഒരു ക്യാനെങ്കിലും സംസം കൊണ്ടുവരുന്നത് പതിവാണ്. ലഗേജ് ഇനത്തിൽപ്പെടുത്താതെ പല വിമാന കമ്പനികളും സംസം കൊണ്ടുവരുന്നതിന് പണം ഈടാക്കാറില്ല. എന്നാൽ സംസത്തിന്റെ പവിത്രത കണ്ട് സൌദി ഗവൺമെന്റ് നൽകുന്ന ഈ ആനുകൂല്യം എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ഇനിയുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ വ്യക്തമാകുന്നു. വിമാനമിറങ്ങി സ്വന്തം ലഗേജ് കയ്യിൽ കിട്ടിയാലും ഒരുപക്ഷെ സംസം എത്താൻ വൈകുന്നത് പതിവാണ്. എന്നാൽ പുറത്ത് കുടുംബങ്ങൾ കാത്തു നിൽക്കുന്നതുകൊണ്ടും വേഗത്തിൽ വീട്ടിലെത്താനുള്ള വെപ്രാളത്തിലും സംസം എടുക്കാതെ പലരും യാത്രയാവുന്നു. ഇതോടെ സംസം എന്ന തീർത്ഥജലത്തിന്റെ ക്യാനുകൾ ഇതുപോലെ അനാഥമായി കിടക്കും. 2 ദിവസം കഴിയുന്നതോടെ ഈ പാക്കറ്റുകൾ എയർപോർട്ട് ജീവനക്കാർ മാലിന്യ കൂമ്പാരങ്ങൾക്കൊപ്പം നീക്കം ചെയ്യും. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. കേരളത്തിലെ മിക്ക എയർപോർട്ടുകളിലും ഇത്തരം കാഴ്ചകൾ കാണാറുണ്ടെന്ന് പ്രവാസികൾ പറയുന്നു. കേരളത്തിലെ എല്ലാ എയർപോർട്ടുകളും സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണിത്. വളരെ ലാഘവത്തോടു കൂടി ജനങ്ങൾ ഇത് കൊണ്ടുവരികയും ഇതിന്റെ പവിത്രതയും ഇതിനെക്കുറിച്ച് ബോധവുമില്ലാത്ത ആളുകൾ ഇത് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. സംസം എന്ന പുണ്യതീർത്ഥത്തിന്റെ പവിത്രത ഇല്ലാതാക്കുന്ന ഇത്തരം നടപടികൾ തടയണമെന്നാണ് വിശ്വാസികളുടെയും മതനേതാക്കളുടെയും ആവശ്യം. വെറുതെ കിട്ടുന്നതെന്തും പോരട്ടെ രണ്ടെണ്ണമെന്ന് കരുതി സൌദിയിൽ നിന്നും വിമാനം കയറുന്ന വിശ്വാസികൾ കയ്യിൽ കരുതുന്ന സംസം ഇത്തരത്തിൽ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ നഷ്ടമാകുന്നത് സർക്കാരുകളുടെ കോടിക്കണക്കിന് രൂപയും സംസത്തിന്റെ പവിത്രതയുമാണ്. മലപ്പുറത്തു നിന്നും മുഹമ്മദ് അലി വലിയാട്, ജീവൻ ന്യൂസ്.